കുറ്റിപ്പുറം നടുവട്ടത്ത് ഫോണിലൂടെ തലാഖ് ചൊല്ലിയതായി 21-കാരിയുടെ പരാതി. പീഡനം സഹിക്കാതെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നതിന് പിന്നാലെയാണ് തലാഖ് ചൊല്ലിയതെന്നാണ് യുവതിയുടെ പരാതി. സംഭവത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് ഭർത്താവിനെതിരെ കേസെടുത്തു. 3 വർഷം മുമ്പായിരുന്നു യുവതിയും എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദും തമ്മിലുള്ള വിവാഹം നടന്നത്. 3 വർഷം മുൻപായിരുന്നു യുവതിയും എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദും തമ്മിലുള്ള വിവാഹം. 1 വർഷം കഴിഞ്ഞതോടെ സ്വർണ്ണാഭരണം കുറവാണെന്നതടക്കം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മാനസികവും ശാരീരികവുമായി ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നാണ് യുവതി പറയുന്നത്. കുട്ടിയായതോടെ അപമാനിക്കലും തുടങ്ങിയെന്നാണ് ആരോപണം. വിവാഹ സമയത്ത് നൽകിയ 15 പവൻ സ്വർണവും കൈക്കലാക്കി. ഭർത്താവ് വിദേശത്ത് ജോലിയിലിരിക്കെ മൊബൈൽ ഫോണിൽ വിളിച്ച് അധിക്ഷേപിച്ചെന്നും യുവതി. നാട്ടിലെത്തി ശാരീരിക ഉപദ്രവം തുടർന്നപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും നിവൃത്തിയില്ലാതെ സ്വന്തം വീട്ടിലേക്ക് വരേണ്ടി വന്നു. പിന്നാലെ ഫോൺ വിളിച്ച് തലാഖ് ചൊല്ലിയെന്ന് ഭർത്താവ് ഷാഹുൽ ഹമീദ് പറഞ്ഞെന്നാണ് യുവതിയുടെ പരാതി. എന്റെ ഭർത്താവ് വിദേശത്തായിരുന്നു. അവര് പിന്നെ ജനുവരി 29 നാട്ടിലെത്തി 2 ദിവസം വീട്ടില് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ വന്നതിന് ശേഷം അവര് ഫോൺ ചെയ്ത് പറഞ്ഞത് എനിക്ക് ഞാൻ വേണ്ട, ഞാൻ എന്റെ ഉമ്മയുടെ മുന്നിൽ വെച്ച് തൊലാക്കില്ലാണ് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പള്ളി കമ്മിറ്റിക്കാര് 2 പള്ളി കമ്മിറ്റിയും കൂടെ അവര് ഒത്തുതീരുമാനത്തിന് വിളിച്ചിരുത്തിയപ്പോ അവര് പറഞ്ഞ് ഞാൻ അവളെ തൊലാക്കില്ലേക്കാണ്, എനിക്ക് അവളെ വേണ്ടാന്നാണ് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യുവതിയുടെ പരാതിയിൽ നിയമവിരുദ്ധമായി തലാഖ് ചൊല്ലിയതിനും ശാരീരികമായി ഉപദ്രവിച്ചതിനും 15 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കബളിപ്പിച്ച് കൈക്കലാക്കിയതിനും എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദിനെതിരെ കൽപ്പാഞ്ചേരി പോലീസ് കേസെടുത്തു. എന്നാൽ ഫോണിലൂടെ തലാഖ് ചൊല്ലിയിട്ടില്ലെന്നും വീട്ടിൽ നിന്നും ചോദിക്കാതെ ഇറങ്ങിപ്പോയതിനാൽ ഇനി വേണ്ടെന്ന് പറയുകയായിരുന്നുവെന്നാണ് ഷാഹുൽ ഹമീദ് പറയുന്നത്. ജനം, മലപ്പുറം.